പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, മനോഹരമായ ഈ ദിവസത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ചേർന്നിരിപ്പാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഈ വലിയ ദിവസങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 10ാമത്തെ ഞായറാഴ്ച വിശുദ്ധ എവങ്കേലിയൻ ഭാഗമായി നാം വായിച്ചു കേൾക്കുന്നത് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങളാണ്. പ്രധാനമായും 3 ചിന്തകളാണ് ഈ വേദഭാഗത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരുക. യേശു തമ്പുരാൻ്റെ അടുക്കൽ അവൻ്റെ ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നു, സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കും എന്നുള്ളത്. കർത്താവ് ഒരു പൈതലിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിക്കൊണ്ട് അവരോട് ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് ഈ ശിശുവിനെ പോലെ ആയിത്തീരുക. ഈ പൈതങ്ങളുടെയാണ് സ്വർഗരാജ്യം. ഈ പൈതങ്ങളെപ്പോലെ ആയിത്തീർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധ്യമല്ല. ഈ പൈതങ്ങളെപ്പോലെ നിങ്ങൾ താഴ്മയുള്ളവരാകുമ്പോഴാണ് ദൈവരാജ്യത്തിൽ നിങ്ങൾ വലിയവനായിത്തീരുക. ഒന്നാമത് നമുക്ക് നൽകുന്ന ദൈവവചന ചിന്ത അതാണ്. ആരാണ് സ്വർഗത്തിൽ വലിയവൻ എന്ന ഒരു ചോദ്യം അപ്പോസ്തലന്മാരുടെ ഇടയിലുണ്ടായി. പലപ്പോഴായിട്ട് അവരുടെ ഉള്ളിൽ നടക്കപ്പെടുന്നൊരു തർക്കമാണ്. 12 അപ്പോസ്തലന്മാരുടെ ഉള്ളിൽ പലപ്പോഴായി ഉയർന്നു വരുന്നൊരു തർക്കമാണ് തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതായൊരു തർക്കം. ആ തർക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ കർത്താവിനോട് ചോദിക്കുന്നത്, സ്വർഗത്തിൽ ആരാണ് വലിയവൻ? കർത്താവ് അവരോട് പറയുന്ന മറുപടിയാണ്, ഒരു പൈതലിനെ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തിയിട്ട് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക, ഇവരുടെയാണ് ദൈവരാജ്യം. കർത്താവ് അവിടെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു വസ്തുത, ദൈവരാജ്യത്തിൽ വലിയവനാകുക എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് പ്രഥമ കാര്യം എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രവേശിക്കുമോ ഇല്ലയോ, എന്നിട്ടല്ലേ നിങ്ങൾ വലിയവനായി തീരാൻ ആഗ്രഹിക്കേണ്ടത്. ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്? പൈതലിനെ പോലെ ആയിത്തീരണം. ഒരു പൈതൽ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ജീവിതത്തിൻ്റെ ഉടമയാണ്. കളങ്കമില്ലാത്തവൻ, ജീവിതത്തിൽ കുറ്റമില്ലാത്തവൻ, വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെ നടക്കുന്നവൻ. ഒരു പൈതലിനെ പോലെ ആയിത്തീരണമെന്ന് പറയുമ്പോൾ ഒരു ശിശുവിൻ്റെ ജീവിതം നമുക്ക് ലഭിക്കപ്പെടണം എന്നുള്ളതല്ല, ആ ശിശുവിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ മടങ്ങണം എന്നുള്ളതാണ് ദൈവവചനം നമ്മോട് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. ഒരു ശിശുവിൻ്റെ മനോഭാവം വിനയത്തിൻ്റെ, താഴ്മയുടെ, വിശ്വസ്തതയുടെ, സൗമ്യതയുടെ, നിഷ്കളങ്കമായ ഒരു ജീവിതത്തിൻ്റെ വഴികളിലേക്ക് നാം തിരിയപ്പെടുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി നാം മാറുക. അങ്ങനെ ദൈവരാജ്യ അവകാശികളായിത്തീരുന്നവൻ, അവിടെ സ്വർഗത്തിൽ ആരാണ് വലിയവൻ? ഈ ഭൂമിയിലെ ഏറ്റവും ദാസനായി ജീവിക്കുന്നവനാണ് സ്വർഗത്തിൽ വലിയവനായിത്തീരുക. കുഞ്ഞുങ്ങളെപ്പോലെ താഴ്മയുടെ ജീവിതം നയിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിൽ വലിയവനായിത്തീരുക എന്ന് കർത്താവ് പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ തന്നെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കപ്പെടുക എന്നുള്ളത് പ്രഥമ പരിഗണനയായി കണക്കിലെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഒരു ശിശു മനോഭാവത്തോടുകൂടെ നിഷ്കളങ്കമായൊരു ജീവിതത്തെ നയിപ്പാനും വിശുദ്ധമായ ജീവിതത്തിൻ്റെ വഴികളിൽ കൂടെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്ന് വിനയത്തിൻ്റെ മാതൃകയിൽ കൂടെ ദൈവരാജ്യത്തിന് വലിയവനായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത് കർത്താവ് അവിടെ നൽകുന്ന ചിന്ത എന്ന് പറയുന്നത്, തിരിഞ്ഞ് കർത്താവ് ജനത്തോടായി പറയാൻ, ഈ ശിശുക്കളിൽ ഒരുവനെ പോലെ, ഈ ചെറിയവരിൽ ഒരുവന് വിരുദ്ധത വരുത്തുന്നവന് അയ്യോ കഷ്ടം എന്നുള്ളതാണ്. ആരെങ്കിലും നിങ്ങൾ വിരുദ്ധത വരുത്തുന്നുവെങ്കിൽ കഴുതയുടെ തിരിക്കല്ല് കഴുത്തിൽ കെട്ടി അത് കടലിൽ ചാടി ചത്തു കളയുന്നത് അവന് നല്ലത് എന്നുകൂടെ ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയും, അനുഗ്രഹിക്കപ്പെട്ടവരെ വിരുദ്ധത വരുത്തരുത് എന്നുള്ളത് രണ്ടാമത് നമുക്ക് നൽകിത്തരുന്ന ഈ വേദഭാഗത്തിലൊരു സന്ദേശമാണ്. ഇടർച്ച വരുത്തരുത് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും, വിരുദ്ധത വരേണ്ടത് ആവശ്യമാണ്. ഇടർച്ചയൊക്കെ ഉണ്ടാകേണ്ടതും കലഹങ്ങളൊക്കെ ഉണ്ടാകേണ്ടതും ആവശ്യമാണ്. പക്ഷെ വചനം പറയുന്നത് എങ്ങനെയാണ്? കലഹമുണ്ടാക്കുന്നവന്, വിരുദ്ധത ഉണ്ടാക്കുന്നവന് അയ്യോ കഷ്ടം എന്നുള്ളതാണ്. അവനോടാണ് പറയുക, കഴുത്തിൽ തിരിക്കല്ല് കെട്ടി കടലിൽ ചാടി ചത്തു കളയുന്നവന് നല്ലത്. വേദപുസ്തകത്തിൽ ആകെ ഒരു സന്ദർഭത്തിലാണ് നീ മരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിന്റെ ജീവിതം സ്വയം അവസാനിപ്പിക്കുന്ന നിനക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ള ഏക സന്ദർഭമുള്ളൂ. അതത്ര വേദനയോടുകൂടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നീ ഒരു സമൂഹത്തിൽ ഒരു പൈതലിന്, ഒരു ദാസനായിരിക്കുന്നതിന്, ചെറിയവന് ഇടർച്ച വരുത്തുന്നതിനേക്കാൾ നല്ലത് നീ പോയി ചത്തുകളയുന്നതാണ്. അത്രമാത്രം ക്രൂരമായ ഒരു പാപമായി ഇടർച്ചയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയും, അതുകൊണ്ട് ഞാൻ നിങ്ങളും ഇന്ന് ഇടർച്ച വരുത്തുന്നവരാണോ ഐക്യത്തെ ഉണ്ടാക്കുന്നവരാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് ഇടവകകളിൽ, സമൂഹങ്ങളിൽ, കൂട്ടായ്മകളിൽ, കുടുംബജീവിതത്തിലൊക്കെ ഇടർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചെറിയവരിൽ ഇടർച്ച ഉണ്ടാക്കുക,
നമ്മളെക്കാൾ ചെറിയവനെന്ന് തോന്നുന്നവനെ ഇടർച്ചയായി മാറുക, അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: 2 കൈയും 2 കാലുമുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കാലനായി, മുടന്തനായി, ഒരു കൈയില്ലാത്തവനായി സ്വർഗരാജ്യത്തിൽ പോകുന്നത് നിനക്ക് നല്ലത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയും. 2 കണ്ണുള്ളവനായി സ്വർഗരാജ്യത്തിൽ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി സ്വർഗരാജ്യത്തിൽ പോകുന്നത് നല്ലത്. അതുകൊണ്ട് നിൻ്റെ കൈയോ കാലോ കണ്ണോ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ നീ ഛേദിച്ചു കളയുക, കണ്ണിനെ നീ ചൂഴ്ന്നു കളയുക എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തെ എത്രമാത്രം ശോധന ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിരുദ്ധത നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നവരാണോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടണം. ഒരു കൂട്ടായ്മയിൽ, സമൂഹത്തിൽ, ഇടവകയിൽ ഇടർച്ച വരുത്തുന്നവരായിട്ടല്ല ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തിൻ്റെ ശ്രേഷ്ഠതയുടെ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധ്യമായി തീരണം. ചെറിയവനെ പോലും ചേർത്തു നിർത്തുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പഴയ വാക്യങ്ങളിൽ പറയുന്നത് അങ്ങനെയാണ്: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവിന് ഹിതമല്ലെന്നാണ്. ഒരുവന് 100 ആടുണ്ടെന്നിരിക്കെ അതിലൊരെണ്ണം കാണാതെ പോയാൽ നല്ല ഇടയനായിരിക്കുന്നവൻ അതിനെ തേടിപ്പോകത്തില്ലയോ? തേടി കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ നഷ്ടപ്പെടാത്ത 99-നേക്കാൾ നഷ്ടപ്പെട്ടുപോയ ഒന്നിനെക്കുറിച്ച് അവൻ സന്തോഷിക്കുകയില്ലയോ എന്നാണ് ദൈവത്തിൻ്റെ വചനം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനം പറയുകയാണ്: ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് ഹിതമല്ല. 3-മത് ദൈവത്തിൻ്റെ വചനം നൽകുന്ന ചിന്ത ഏതാണ്? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്ന ദൈവത്തിന് ഹിതമല്ല എന്നുള്ളത്. നഷ്ടപ്പെട്ടു പോകുന്ന ആടുകളെ തേടി അലയുന്ന ഒരു ഇടയനെ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് തന്നെയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആത്മാക്കളെ നഷ്ടപ്പെടുത്തുന്നവരായി നിങ്ങൾ മാറരുത്. സഹോദരന് ഇടർച്ച വരുത്തി അവനെ ഇല്ലാതാക്കുന്നവനായി തീരരുത്. അവനെ നേടുന്നവനായി മാറണം. അവനെ അന്വേഷിച്ച് കണ്ടെത്തുന്നവനായി മാറണം. മാറിപ്പോകുന്നവരെ ചേർത്ത് നിർത്തുന്നവനായി മാറണം. അവരെ കൂട്ടിപ്പിടിക്കുന്നവനായി മാറണം. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുന്നത് സ്വർഗത്തിന് ദൈവത്തിന് ഹിതമല്ലെങ്കിൽ ഇന്ന് വചനം കേൾക്കുന്ന ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അകന്നു പോകുന്നത് ആഗ്രഹിക്കുന്നവനല്ല ദൈവം. നമ്മെ മാറോട് ചേർത്ത് പിടിക്കാൻ, നമ്മെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കി തീർക്കാൻ ഏറ്റവും കൊതിയോടെ കാത്തിരിക്കുന്നൊരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിന് എത്രത്തോളം വിലയുണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന വസ്തുതയാണ്. ഞാനും നിങ്ങൾ നശിച്ചു പോകാതിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ഈ കാലഘട്ടങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാൻ നമുക്കിടയായി തീരട്ടെ. ഒരു ശിശുവിനെ പോലെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ, ഇടർച്ച ഉണ്ടാക്കുന്നവരായിട്ടല്ല, ഇടർച്ച വരുത്തുന്നവരായിട്ടല്ല, ഇടർച്ചകളെ നീക്കുന്നവരായി തീരാൻ, ചെറിയവരെ നഷ്ടപ്പെടുത്തുന്നവരായിട്ടല്ല, ചേർത്ത് പിടിക്കുന്നവരായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്നേഹമുള്ള ദൈവമേ, ഈ മനോഹരമായ ദിവസത്തിൽ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി, ഞങ്ങൾക്ക് നൽകുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നിന്റെ മക്കളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗരാജ്യ അവകാശികളാക്കി ഞങ്ങളെ തീർക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ.